ലോകം ഒരു വശത്ത് ഇസ്രയേലിനെതിരെ അണിനിരക്കുമ്പോൾ 70-ലധികം രാജ്യങ്ങൾ ഒരുമിച്ചു നിന്ന ഇസ്രയേലിന്റെ ലെബനൻ ആക്രമണത്തെ അപലപിക്കുമ്പോൾ ആ പട്ടികയിൽ ഇന്ത്യയുടെ പേരില്ല എന്നത് ആരെയാണ് അത്ഭുതപ്പെടുത്താത്തത്? പാകിസ്ഥാനും ചൈനയും റഷ്യയും ഗൾഫ് രാജ്യങ്ങളും അയൽരാജ്യങ്ങളായ ബംഗ്ലാദേശും നേപ്പാളും ശ്രീലങ്കയും വരെ ഇസ്രയേലിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ഇന്ത്യ പാലിക്കുന്ന ആ തന്ത്രപരമായ മൗനത്തിനു പിന്നിൽ എന്തായിരിക്കും? ഇത് വെറുമൊരു നിഷ്പക്ഷതയല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി കെട്ടിപ്പടുത്ത ഒരു രഹസ്യ സഖ്യത്തിന്റെ പ്രതിഫലനമാണോ? ലോകരാഷ്ട്രീയത്തിലെ വമ്പൻ സ്രാവുകൾ പോലും സംശയിക്കുന്ന ഇന്ത്യ ഇസ്രയേൽ ബന്ധത്തിന്റെ പരസ്യമായ ചില രഹസ്യധാരണയുടെ കാരണങ്ങൾ ഒന്ന് ചികഞ്ഞു ചെല്ലാം. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ഈ ഊഷ്മളമായ ബന്ധത്തിൽ അമേരിക്കയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. ട്രംപ് ഭരണകൂടവുമായി ഇന്ത്യക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇസ്രയേലിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് സ്ഫടിക തുല്യമാണ്. എല്ലാവരുമായും സഹകരിക്കുക എന്നതാണ് ഇന്ത്യയുടെ വിദേശ നയമെങ്കിലും ഒരു വിശ്വസ്ത സുഹൃത്തിനെ പ്രതിസന്ധി ഘട്ടത്തിൽ തള്ളിപ്പറയുന്നത് ഇന്ത്യയുടെ രീതിയല്ല. റഷ്യയും ഫ്രാൻസും കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: ഇസ്രയേൽ. ഒരുപക്ഷെ രണ്ട് പുരാതന സംസ്കാരങ്ങൾ തമ്മിലുള്ള ആത്മബന്ധമായിരിക്കാം ഇവിടെ കാണാൻ കഴിയുന്നത്. ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയാൽ ഇന്ത്യയുടെ ഓരോ ദുർഘട സന്ധികളിലും ഇസ്രയേൽ നൽകിയ സഹായങ്ങൾ വിവരിക്കാനാവാത്തതാണ്. 1962 ചൈനീസ് യുദ്ധത്തിലും 1965 71 പാകിസ്ഥാനുമായി നടന്ന യുദ്ധങ്ങളിലും ഇന്ത്യക്ക് രഹസ്യ വിവരങ്ങളും ആയുധങ്ങളും നൽകി സഹായിച്ചത് ഇസ്രയേലാണ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് അത്യാവശ്യമായി വന്ന ലേസർ ഗൈഡഡ് മിസൈലുകളും സാറ്റലൈറ്റ് ചിത്രങ്ങളും നൽകി സഹായിച്ചതും മറ്റാരുമല്ല. അന്ന് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഇന്നത്തെ പോലെ കരുത്തരാകാതിരുന്ന കാലത്ത് ഇസ്രയേൽ നൽകിയ ആ കൈത്താങ് മറക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. ഇന്നും ബരാക്ക് 8 പോലുള്ള അത്യാധുനിക മിസൈലുകൾ സംയുക്തമായി വികസിപ്പിക്കുന്നതിലൂടെ ഈ ബന്ധം കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുകയുമാണ്. കൃഷി, ജലസംരക്ഷണം, പ്രതിരോധം, തീവ്രവാദ വിരുദ്ധ പോരാട്ടം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ ഇസ്രയേൽ ഇന്ത്യയുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാനും ചൈനയും തുർക്കിയും ചേർന്ന് അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഇന്ത്യക്ക് ഇസ്രയേലിനെ പോലൊരു ഡീപ് ഫ്രണ്ട് ആവശ്യമാണ്. ഇസ്രയേൽ പൗരന്മാരും പ്രതിരോധ വിദഗ്ധരും വിശ്വസിക്കുന്നത് ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ആർക്കും അറിയാത്ത ചില രഹസ്യ ധാരണകൾ ഉണ്ടെന്നാണ്. ലോകവേദിയിൽ ഇസ്രയേലിനെതിരെ വരുന്ന പ്രമേയങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കാത്തത് ഈ വിശ്വസ്തതയുടെ അടയാളങ്ങൾ കൂടിയാണ്. ഇസ്രയേലിനെ ഒരു വില്ലനായി ചിത്രീകരിക്കുന്നവർ അറിയേണ്ട മറ്റു ചില കാര്യങ്ങളുമുണ്ട്. ഈ ലോകം വളരെ വലുതാണ്. ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും സ്വന്തം പ്രശ്നങ്ങളായി കാണാൻ തുടങ്ങിയാൽ പിന്നെ ആർക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. ലോകത്തിന്റെ ഓരോ കോണിലും ഓരോ സെക്കൻഡിലും കൊലപാതകങ്ങളും പീഡനങ്ങളും നടക്കുന്നുണ്ട്. റഷ്യ യുക്രൈനെ ആക്രമിക്കുമ്പോഴും അമേരിക്ക പല രാജ്യങ്ങളിൽ ചോരപ്പുഴ ഒഴുക്കുമ്പോഴും അവരുമായെല്ലാം ഇന്ത്യ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സഹകരിക്കുന്നുമുണ്ട്. അവിടെയെല്ലാം ഇന്ത്യ നോക്കുന്നത് സ്വന്തം രാജ്യത്തിന്റെ താല്പര്യമാണ്. ഇസ്രയേൽ പലസ്തീനോട് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പോലും അവർ ഇന്ത്യയോട് കാണിക്കുന്ന സുഹൃത്ബന്ധമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേൽ പൗരന്മാർ കൊല്ലപ്പെടുന്നതും സ്വന്തം നാട്ടിലെ പ്രതിഷേധക്കാരെ ഇറാൻ ഭരണകൂടം കൊന്നൊടുക്കുന്നതും നാം ഇവിടെ കാണാതെ പോകരുത്. ഇന്ത്യക്ക് ഇസ്രയേലിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നയതന്ത്ര ചാനലുകൾ വഴി നേരിട്ട് അറിയിക്കാനുള്ള സ്വാധീനം ഇന്ത്യക്കുണ്ട്. സാധാരണക്കാരെ ആക്രമിക്കരുത് എന്ന് ഇസ്രയേലിനോടും ഇറാനോടും അമേരിക്കയോടും ഒരേപോലെ പറയാൻ കഴിയുന്ന ലോകത്തെ ഏക ശക്തിയായി ഇന്ത്യ ഇന്ന് വളർന്നിരിക്കുകയാണ്. ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ സവിശേഷമായൊരു രഹസ്യ സഖ്യം നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഉത്തരമായി ലഭിക്കുക. ഒരു വിശ്വസ്ത സുഹൃത്തിന്റെ കരുത്ത് പ്രതിസന്ധികളിലാണ് അറിയുന്നത്. ഇന്ത്യ ഇസ്രയേലിന് നൽകുന്നതും ആ കരുത്ത് തന്നെയാണ്. അതായത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല, സ്ഥിരമായ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇസ്രയേൽ കൂടെയുണ്ട്. ലോകം എത്രയൊക്കെ വിമർശിച്ചാലും യുദ്ധകളത്തിൽ ആയുധം നൽകി സഹായിച്ച സുഹൃത്തിനെ നയതന്ത്ര വേദികളിൽ തള്ളിപ്പറയുന്നത് ഇന്ത്യയുടെ പാരമ്പര്യമല്ല.